എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 16 ഇന്ന് ആരംഭിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിലെ ധ്യാന ഭേദങ്ങളെ ഉപദേശിക്കുമ്പോൾ വിഭൂതികളെ ധ്യാനിക്കാൻ പറയുണ്ടായി ഭഗവാൻ. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ്. 10ാമത്തെ ചോദ്യം, ഭഗവാനെ, നിന്തിരുവടിയുടെ വിഭൂതികളെ പറ്റി അടിയന് പറഞ്ഞു തരണേ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, ഉദ്ധവ, ഈ ചോദ്യം പണ്ട് യുദ്ധകളത്തിൽ വെച്ച് അർജുനൻ എന്നോട് ചോദിച്ചു. അർജുനന് പറഞ്ഞു കൊടുത്തത് ഞാൻ ഉദ്ധവന് പറഞ്ഞു തരാം. ലോകത്തിൽ കാണുന്ന ചരാചരങ്ങളെല്ലാം പരമാത്മാവായ ഞാൻ തന്നെ. തേജസ്, കീർത്തി, ഐശ്വര്യം തുടങ്ങിയവയൊക്കെ എവിടെ അധികമായി കാണുന്നുവോ അത് എന്റെ വിഭൂതിയായി കണക്കാക്കണം. ദേവന്മാരിൽ ഇന്ദ്രൻ, മനുഷ്യരിൽ രാജാവ്, മൃഗങ്ങളിൽ സിംഹം, സർപ്പങ്ങളിൽ വാസുകി, സിദ്ധന്മാരിൽ കപിലൻ, വീരന്മാരിൽ അർജുനൻ, ഭക്തന്മാരിൽ ഉദ്ധവൻ, വ്യാസന്മാരിൽ ദ്വൈപായനൻ, ഭഗവാന്മാരിൽ വാസുദേവൻ. ഇങ്ങനെ വിഭൂതികളെ പറഞ്ഞാൽ അവസാനമില്ല. വിഭൂതി യോഗത്തിന്റെ ആവശ്യം ആദ്യമായിട്ട് ചില ദിക്കില് ഈശ്വരനെ കാണുക എന്നതാണ്. പിന്നീട് എല്ലാം ഈശ്വരനായി കാണാറാകണം. അഥ ശ്രീമദ് ഭാഗവത ഏകാദശ സ്കന്ധ ഷോഡശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അഥാ ഭയം ഭാഗവതാഭിധാനം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഉദ്ധവ ഉവാച. തും ബ്രഹ്മപരമം സാക്ഷാൽ അനാദ്യന്തമപാവൃതം സർവേഷാമപി ഭാവാനാം ത്രാണസ്ഥിത്യപ്യയോത്ഭവ. ഈ 16ാമത്തെ അധ്യായത്തിലെ ശ്രീ മഹാവിഷ്ണുവിന്റെ വിഭൂതികളും ജ്ഞാനം, വീര്യം, പ്രഭാവം എന്നീ ഗുണങ്ങളും വിശേഷിച്ച് വിസ്തരിച്ച് പറയാണ്. മനസ്സിനെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന വിദ്വാൻമാർക്കല്ലാതെ സൂക്ഷ്മമായിട്ടുള്ള തത്വം അറിയാനും ധ്യാനിക്കാനും കഴിയില്ല. അതിനുള്ള യോഗ്യത സിദ്ധിക്കാൻ വേണ്ടി സ്ഥൂല ബുദ്ധികൾക്കും ധ്യാനിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഭഗവാന്റെ വിഭൂതികളെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഉദ്ധവൻ ആ വിഭൂതികളെ പറ്റി അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. 7ാം അധ്യായം മുതൽ ഉദ്ധവന്റെ ചോദ്യം ആരംഭിച്ചു. 15ാമത്തെ അധ്യായം കഴിഞ്ഞതോടു കൂടിയിട്ട് 8 ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മലക്ഷണം, ബന്ധമുക്തി, സ്വരൂപം, ശുദ്ധഭക്തി, വിധി നിഷേധ കർമ്മവിവരണം, യോഗനിർണയം, ശ്രേയോ നിരൂപണം, ഭക്തിയോഗവും ധ്യാനയോഗവും, ധാരണാഭേദങ്ങളും സിദ്ധികളും. ഇങ്ങനെ 8 വിഷയങ്ങളെ കുറിച്ച് ഉദ്ധവൻ ചോദിച്ചതിനുള്ള ഉത്തരം ഭഗവാൻ 9 അധ്യായം കൊണ്ട് വിവരിച്ചു പറഞ്ഞു. അങ്ങനെ ഉദ്ധവൻ ഭഗവാനോട് 10ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഹേ ഭഗവൻ, അങ്ങ് സർവോത്കൃഷ്ടമായിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മം തന്നെ. അങ്ങേക്ക് ഒരിക്കലും യാതൊരു മറവും അസ്വാതന്ത്ര്യവും ഇല്ല. ജനനവും മരണവുമില്ല. എല്ലാറ്റിന്റെയും ഉൽപ്പത്തിയും നിലനിൽപ്പും രക്ഷയും നാശവും അങ്ങയെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ നടക്കണം.
ഉച്ചാവചേഷു ഭൂതേഷു ദുർജ്ഞേയമകൃതാത്മഭി ഉപാസതേ ത്വാം ഭഗവൻ യാഥാ തഥ്യേന ബ്രാഹ്മണാഃ. നാനാമാതിരി ഭൂതങ്ങളിൽ ഒരേ വിധം ഇരിക്കുന്ന അങ്ങയെ ശ്രവണ മനനാദികളുടെ സഹായത്താൽ അന്തഃകരണം പരിശുദ്ധമായിരിക്കുന്ന മഹായോഗികൾക്കല്ലാതെ പരമാർത്ഥമായിട്ട് അറിയാൻ കഴിയില്ല. വേദം എന്തിനായി പുറപ്പെട്ടിരിക്കുന്നു, എന്തൊന്നിനെ പറ്റി പറയുന്നു എന്നുള്ള യഥാർത്ഥം അറിഞ്ഞിരിക്കുന്ന മഹാന്മാർ മാത്രം അങ്ങയെ ശരിയായി അറിഞ്ഞ് ഭജിക്കുന്നു. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർശയ ഉപാസീനാ പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. പരമഭക്തന്മാരായ മഹർഷിമാര് ഏതേതു ഭാവങ്ങളിൽ ഏതേതു പദാർത്ഥങ്ങളിൽ വസിക്കുന്ന അങ്ങയെ ഭക്തിയോടെ ഭജിച്ചിട്ട് പരമപ്രേമലക്ഷണയായ ഭക്തിയെയോ ജ്ഞാനത്തെയോ പ്രാപിച്ച് സിദ്ധന്മാരായി ഭവിക്കുന്നുവോ ആ വക വസ്തുക്കൾ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി തേ. ഭൂതങ്ങളെ ജനിപ്പിച്ച് അവയിൽ ആത്മസ്വരൂപമായിരിക്കുന്ന അങ്ങ് സർവഭൂതങ്ങളുടെയും അന്തർഭാഗത്തിൽ അതിഗൂഢനായി വസിക്കുന്നു. ആ ഭൂതങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയെ മായാമോഹിതരായ ജീവികൾ കാണുന്നില്ല. എല്ലാറ്റിലും വിളങ്ങുന്ന അങ്ങയെ എങ്ങും കാണുന്നില്ല എന്നുള്ള മോഹം തന്നെ മായാമോഹം എന്ന് പറയപ്പെടുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.